നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. ഓണച്ചന്തകളിലും കടകളിലും വൻ തിരക്ക്. അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം ബോർഡും സർക്കാരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റന്നാൾ NSS SNDP നേതൃത്വത്തെ നേരിട്ട് കാണും. അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. അയ്യപ്പ സംഗമം കാപട്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കസ്റ്റഡി മരണങ്ങളിൽ ഇടപെട്ട് സുപ്രീം കോടതി. പോലീസ് സ്റ്റേഷനുകളിൽ CCTVകൾ പ്രവർത്തനരഹിതമായ റിപ്പോർട്ടുകളിൽ സ്വമേധയാ കേസെടുത്തു. നടപടി 8 മാസത്തിനിടെ 11 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. മണിപ്പൂർ ശാന്തമാകുന്നു. ദേശീയപാത തുറക്കാൻ സർക്കാരും കുക്കി സംഘടനകളും തമ്മിൽ ധാരണ. ഉപരോധങ്ങൾ അവസാനിപ്പിക്കും. തീരുമാനം പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ FIR സമർപ്പിച്ചു. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന FIR-ൽ പറയുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചുവെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നാടും നഗരവും. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഓണക്കോടിയും ഒക്കെയായി വിപണിയും സജീവമാണ്. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആതിര രാധാകൃഷ്ണനൊപ്പം കോഴിക്കോട് നിന്ന് MM രാഗേഷും നൽകും. ആദ്യം ആതിരയിലേക്കാണ്. ആതിര, വലിയ തിരക്കാണ് എല്ലായിടത്തും അനുഭവപ്പെടുന്നത് എന്നറിയാം. ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ട്. എത്രത്തോളം ആവേശത്തിലാണ് മലയാളികൾ നാളത്തെ തിരുവോണത്തെ വരവേൽക്കാൻ? അഖില, നാടും നഗരവും ഒക്കെ തന്നെ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ വിപണികളൊക്കെ തന്നെ സജീവമായി, വിപണികളെല്ലാം തന്നെ വിൽപ്പന നടക്കുകയാണ്. അവസാനഘട്ട ഒരുക്കത്തിലാണ്. എല്ലാവരും തന്നെ ഉത്രാട പാച്ചിലിലാണ്. ഈ തിരക്ക് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആളുകളൊക്കെ തന്നെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കാണ്. അവസാനഘട്ടമായി ഓണക്കോടികളും മറ്റ് നാളെ തിരുവോണത്തിനായുള്ള സദ്യക്കൂട്ടങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള അവസാന ഘട്ടത്തിലുള്ള ഒരു ഷോപ്പിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. അതിനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ നാടും നഗരവും. നിരവധി പേരാണ് ഇവിടുത്തെ ഈ തെരുവ് കച്ചവടം, വഴിയോര കച്ചവടം ഒക്കെ തന്നെ തകൃതിയാണ്. വളരെയധികം ഒരു വലിയൊരു തിരക്കാണ് ഇവിടെയൊക്കെ തന്നെ അനുഭവപ്പെടുന്നത്. ചേച്ചി, ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി? കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു. വാങ്ങിച്ചു കഴിഞ്ഞു. എല്ലാവരും ഓണക്കോടിയും അതുപോലെ തന്നെ ഈ ഓണത്തിനുള്ള പച്ചക്കറികളും ഒക്കെ വാങ്ങുന്ന തിരക്കിലാണ്. ഈ വഴിയോര കച്ചവടം ഉൾപ്പെടെ വഴിയോര കച്ചവടം ഒക്കെ തകൃതിയായിപ്പോൾ നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് ഓണക്കോടിയൊക്കെ എടുക്കാനായിട്ട് ആളുകൾ മികച്ച രീതിയിൽ ഇവിടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. നമുക്ക് ഈ അല്പസമയം മുമ്പൊക്കെ തന്നെ ഇവിടെ കാലുകുത്താൻ സ്ഥലമില്ലായിരുന്നു. അത്രത്തോളം തിരക്കായിരുന്നു. വഴിയോര കച്ചവടം ഒക്കെ തന്നെ അത്രയും നല്ല രീതിയിൽ നടക്കുകയാണ്. ചേച്ചി, എങ്ങനെയുണ്ട്? ഈ ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി എടുത്ത് ഏകദേശം ഒതുങ്ങി. എല്ലാം വാങ്ങിച്ചു. അപ്പൊ എല്ലാരും നാളെയുള്ള സദ്യക്കൂട്ടത്തിനുള്ള വട്ടങ്ങളൊക്കെ വാങ്ങിച്ചു. ചിലർക്കൊക്കെ പ്രതികരിക്കാനൊക്കെ ഒരു മടിയുള്ള കൂട്ടത്തിലുള്ളവരൊക്കെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് ഈ കിഴക്കേക്കോട്ടയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഉത്രാട പാച്ചിലിലാണ് എല്ലാവരും. അവസാനഘട്ട തിരുവോണ നാളിലേക്ക്, നാളെ തിരുവോണമാണ്, ഈ തിരുവോണ നാളിലേക്കുള്ള അവസാനഘട്ട ഒരുക്കങ്ങളാണ്. ഇവിടെ സദ്യക്കായുള്ള ഇലകളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാം. വലിയ രീതിയിൽ ഓണക്കോടികളും അത് നാളെ തിരുവോണത്തെ വരവേൽക്കാൻ അല്ലെങ്കിൽ തിരുവോണത്തെ വലിയ രീതിയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുള്ള എല്ലാവരും. പച്ചക്കറി കടകളും അതുപോലെ തന്നെ മറ്റ് വസ്ത്ര വ്യാപാരശാലകളും വഴിയോര കച്ചവടം ഉൾപ്പെടെ വിൽപ്പനയൊക്കെ തന്നെ തകൃതിയായി നടക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അതുപോലെ തന്നെ വലിയതും ചെറുതുമായ എല്ലാതരം വസ്ത്ര വിൽപ്പനശാലകളും ഒപ്പം ഇലക്ട്രോണിക് കടകൾ തുടങ്ങിയ എല്ലാ വിപണി വളരെയധികം സജീവമായി നിലവിൽ നിൽക്കുകയാണ്. ആളുകളെല്ലാം തന്നെ ഉത്രാട പാച്ചിലിലാണ്. ഏതായാലും നാളെ തിരുവോണത്തെ വരവേൽക്കാനെല്ലാം തന്നെ അവസാന ഒരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അഖില, ശരി
ആതിരയാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നത്. ഒപ്പം ഇനി വടക്കൻ കേരളത്തിൻ്റെ ഒരു ഓണാഘോഷം അല്ലെങ്കിൽ ആ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കം എങ്ങനെയാണെന്നുള്ള വിശേഷങ്ങൾ രാകേഷിൽ നിന്ന് അറിയാം. രാകേഷ്, ആതിര ഇവിടെ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്തെ സംബന്ധിച്ച് എപ്പോഴും തിരക്കാണ്. അതിൽ ഓണവും കൂടി എത്തുമ്പോൾ കുറച്ചുകൂടി കൂടുകയാണ്. വടക്കൻ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമല്ല എന്നാണ് കരുതുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. എങ്ങനെയാണ് ഓണത്തെ വടക്കൻ കേരളത്തിലുള്ളവർ വരവേൽക്കുന്നത്? കുന്നംകുളം പോലീസ് മർദ്ദനത്തിനെ തുടർന്നാണ് മണ്ണുത്തിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരൻ സജീവൻ ജോലി ചെയ്യുന്നത് മണ്ണുത്തിയിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റാരോപിതനായ സിവിൽ പോലീസ് ഓഫീസറുടെ വീടിന് സമീപം യൂത്ത് കോൺഗ്രസ് പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിച്ചു. CPO സജീവന്റെ തൃശൂർ മാടക്കത്തറയിലെ വീടിന് സമീപത്തെ മതിലുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലുമാണ് പോസ്റ്റർ പതിച്ചത്. കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളടങ്ങിയ വാണ്ടഡ് എന്ന തലക്കെട്ടോടുകൂടിയ പോസ്റ്ററുകളാണ് പതിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രമോദ് താണിക്കുളത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് താണിക്കുളം മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ FIR സമർപ്പിച്ചു. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന് FIRൽ പറയുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചുവെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. 5 പേരുടെ പരാതികളിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം MLA സ്ത്രീകളെ ശല്യം ചെയ്തതിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ എടുത്ത കേസിലാണ് 5 പേരുടെ പരാതിയിൽ FIR സമർപ്പിച്ചത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് FIR സമർപ്പിച്ചത്. BNS 78(2), 355, പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതായും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചതായും ഫോണിൽ ഭീഷണിപ്പെടുത്തിയതായും FIRൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതുവരെ ആരോപണം ഉന്നയിച്ച ആരും പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ടില്ല. പരാതിക്കാർ ഇരയെക്കുറിച്ച് തെളിവുകൾ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും. രാഹുലിനെതിരായ ആരോപണത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോട്ടറിക്ക് നികുതി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധവുമായി കേരളം. 1.5 ലക്ഷത്തോളം വരുന്ന ആളുകളെ ബാധിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തലയ്ക്കടിയേറ്റതുപോലെയായി തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. നോട്ട് നിരോധനം പോലെ ജനകീയ പ്രഖ്യാപനമല്ല. കൃത്യമായ പഠനം വേണമെന്ന് ധനമന്ത്രി ഡൽഹിയിൽ വ്യക്തമാക്കി. വരുമാന നഷ്ടം സംബന്ധിച്ച് കേൾക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും തെരഞ്ഞെടുപ്പുകൾ കൂടി തീരുമാനത്തിന് കാരണമായിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ ചേർന്ന GST കൗൺസിൽ യോഗമാണ് നികുതി ഘടന പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. GST നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ഒന്നിച്ചെടുത്തുവെന്ന് പറഞ്ഞ ധനമന്ത്രി KN ബാലഗോപാൽ നികുതി കുറയ്ക്കുന്നതിന്റെ ഗുണം സാധാരണ ആളുകൾക്കും കിട്ടണമെന്ന് പറഞ്ഞു. അതേസമയം ലോട്ടറിയുടെ നികുതി 28% നിന്ന് 40 വരെ ആക്കിയത് അംഗീകരിക്കാനാവില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ലോട്ടറിക്ക് 28% നിന്ന് 40% ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 2 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു സാധാരണക്കാരുടെ ജീവിത വരുമാന മാർഗമാണ്. അതുകൊണ്ട് അങ്ങനെ അത് കൊണ്ടുവരരുത്. ഈ ടാക്സ് ഒന്നേ അതേ നിൽക്കണം. അല്ലെങ്കിൽ ഈ ലോട്ടറിയൊക്കെ സ്റ്റേറ്റുകളുടെ ടാക്സിൽ പോകണം. ടാക്സ് ഒന്നും കുറയ്ക്കുന്നില്ല, ഇതേ ടാക്സ് തന്നെ തുടരാം, സ്റ്റേറ്റുകൾക്ക് വിടണം. അത് കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല 40% നിൽക്കുന്നു. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറയുകയും ചെയ്തു. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് എത്ര നഷ്ടം വരുമെന്ന് അറിയില്ല. വരുമാന നഷ്ടം പരിഹരിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, സിമന്റ്, ഇൻഷുറൻസ് എന്നീ വിഭാഗങ്ങളിലായി 2500 കോടി നഷ്ടം കേരളത്തിനുണ്ടാകും. ആകെ 8000 മുതൽ 10000 രൂപയുടെ കുറവുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറവ് വരുന്നതിന് പകരമായി സിഗരറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് കിട്ടുന്ന നികുതി സംസ്ഥാനങ്ങൾക്ക് നൽകണം. നികുതി വരുമാനം പങ്കുവയ്ക്കുന്ന രീതിക്ക് മാറ്റം വരുത്തണമെന്നും സംസ്ഥാന ധനമന്ത്രി ആവശ്യപ്പെട്ടു. 50-50 എന്നതിന് പകരം 60% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് ബാലഗോപാൽ പറഞ്ഞു. 40% കേന്ദ്രത്തിനായി നിജപ്പെടുത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളം നിലവിലുയർത്തിയ ആശങ്കകൾ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾക്കുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കസ്റ്റഡി മരണങ്ങളിൽ ഇടപെട്ട് സുപ്രീംകോടതി. CCTV പ്രവർത്തനരഹിതമായ സംഭവങ്ങളിൽ സ്വമേധ്യാ കേസെടുത്തു. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മെഹ്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെടൽ. 8 മാസത്തിനുള്ളിൽ 11 കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2020 ഡിസംബറിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും
പോലീസ് സ്റ്റേഷനുകളിൽ CCTV ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജനായിരുന്ന ഷേർലി വാസു കോളിളക്കമുണ്ടാക്കി ഒട്ടേറെ കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ഡോക്ടറുടെ വിടവാങ്ങൽ. മരിച്ചവരുടെ നാവാണ് പോലീസ് സർജൻ. ഡോക്ടർ ഷേർലി വാസുവിന്റെ വാക്കുകളാണിത്. ഇത് വെറും വാക്കല്ല. തന്റെ ജീവിതത്തിലുടനീളം പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തിയ ശരീരങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിച്ചതായിരുന്നു ഷേർലി വാസുവിന്റെ ഓരോ റിപ്പോർട്ടുകളും. തെളിയിക്കാനാവാത്ത കേസുകളിൽ പലപ്പോഴും ഡോക്ടർ ഷേർലിയുടെ നിഗമനങ്ങൾ പോലീസിന്റെ കച്ചിത്തുരുമ്പായി. അനായാസമായി പ്രതികൾ രക്ഷപ്പെട്ടു പോകുമായിരുന്ന കേസുകളിൽ ഇഴകീറി മുറിച്ച് പരിശോധന നടത്തി ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ കൊണ്ട് മരിച്ചവർക്ക് നീതിയൊരുക്കി ഷേർലി വാസു. എത്രയോ മൃതദേഹങ്ങൾ കണ്ട് തഴമ്പിച്ച ഡോക്ടറായിട്ടും ബലാത്സംഗത്തിനിരയായി മരിച്ച നാടോടി ബാലികയുടെ മൃതദേഹം കണ്ട് ഒരമ്മയെപ്പോലെ ഷേർലി വാസു പൊട്ടിക്കരഞ്ഞു. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച അനേകം കേസുകൾ, വിവിധ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ, ഇതിനിടയിൽ നിന്നെല്ലാം തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ച ഫോറൻസിക് സർജന്മാരിൽ ഒരാളാണ് വിടവാങ്ങുന്നത്. കോടതിയിലൊക്കെ പോകേണ്ട കാര്യം വരുമ്പോഴും മാഡത്തിനായിട്ടുള്ള ഒപ്പീനിയൻ എടുക്കാറുണ്ട്. കേരളത്തിലെ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ മാഡത്തിൻ്റെ പേരാണ് ഇപ്പോഴും ആദ്യം എല്ലാവരുടെ മനസ്സിലും വരിക. കാരണം മാഡത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് ഈ കേസ് അനാലിസിസൊക്കെ. ഞങ്ങളൊക്കെ ആ രീതി ഫോളോ ചെയ്യാനാണ് ശ്രമിക്കാറ്. മാഡത്തിൻ്റെ ജീവിതം തന്നെ എനിക്ക് തോന്നുന്നത് അത്ര ഇൻവോൾവ്ഡ് ആയിരിക്കും ഓരോ കേസ് വരുമ്പോഴും. 2017 കേരള സർക്കാരിന്റെ സംസ്ഥാന വനിതാരത്നം പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അവാർഡ് ലഭിച്ചു. സൗമ്യ കേസടക്കം സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേർലി വാസുവായിരുന്നു. പോസ്റ്റ്മോർട്ടം ടേബിൾ ഡോക്ടർ ഷേർലി വാസുവിന്റെ അനുഭവക്കുറിപ്പുകളാണ്. 1992 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപികയായി. 1996 ലോകാരോഗ്യ സംഘടനയുടെ ഫെലോഷിപ്പിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള അതിക്രമങ്ങൾ, ഭീകരാക്രമണങ്ങളിലെ പരിക്കുകൾ ഇവയിൽ ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തി. 2001 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവിയായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരിക്കെ 2016 വിരമിച്ചത്. ഭർത്താവ് ഡോക്ടർ കെ ബാലകൃഷ്ണൻ, നന്ദന നിതിൻ എന്നിവർ മക്കളാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ സ്രവം പരിശോധിക്കാൻ DMO നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 11ആയി. 2 രോഗികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമായ കുഞ്ഞും മലപ്പുറം സ്വദേശിനി റംലയും കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച് മരിച്ചിരുന്നു. കഴിഞ്ഞ മാസം 15-ന് താമരശ്ശേരി സ്വദേശി അനയയും രോഗം ബാധിച്ച് മരിച്ചിരുന്നു. രോഗം സ്ഥിരീകരിച്ച അനയയുടെ സഹോദരങ്ങൾ ചികിത്സയിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ജാഗ്രത തുടരുന്നതിനിടെയാണ് 3 മരണമുണ്ടായത്. അമൃത ന്യൂസ്, കോഴിക്കോട്. രാഹുൽ ഗാന്ധിയുടെ യാത്രക്കിടെ പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് നടത്തുന്ന പ്രതിഷേധം ശക്തമാക്കി BJP. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബീഹാറിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ബന്ദ് പൂർണ്ണം. രാവിലെ 7 മുതൽ 12 മണിവരെയായിരുന്നു ബന്ദ്. പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ച സംഭവത്തിൽ രാഹുൽ ഗാന്ധിയും RJDയും മാപ്പ് പറയണമെന്നാണ് BJPയുടെ ആവശ്യം. ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്കിടെയാണ് പ്രവർത്തകൻ പ്രധാനമന്ത്രിയെയും അമ്മയെയും അപമാനിച്ചതായി BJPയും NDAയും ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച ചില ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. പിന്നാലെ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്ന് RJDയും കോൺഗ്രസും പറയുന്നുണ്ട്. എന്നാൽ അതിരൂക്ഷ വിമർശനങ്ങളാണ് കോൺഗ്രസിനും RJDക്കുമെതിരെ BJP ഉയർത്തുന്നത്. NDA ഘടകകക്ഷികളും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ 5 മണിക്കൂർ ബന്ദ് ബീഹാറിൽ സംഘടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ കോൺഗ്രസും RJDയും മാപ്പ് പറയണമെന്നാണ് BJPയുടെ ആവശ്യം. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിഷയം രാഷ്ട്രീയമായി ഉയർത്തി സ്ത്രീ വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കുകയാണ് BJP. ബീഹാറിലെ വനിതകൾക്കായുള്ള പദ്ധതി ഉദ്ഘാടനത്തിനിടെ വിഷയത്തിൽ പ്രധാനമന്ത്രി വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. കോൺഗ്രസും RJDയും അപമാനിച്ചത് തന്റെ അമ്മയെ മാത്രമല്ല ബീഹാറിലെ മുഴുവൻ സ്ത്രീകളെയുമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അതുകൊണ്ടാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം BJP ഘടിപ്പിച്ചത്.
പ്രകടിപ്പിക്കുന്നത്. അതേസമയം സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അറസ്റ്റിലായ വ്യക്തിക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ലെന്നും കോൺഗ്രസും RJDയും പറയുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നത് തങ്ങളുടെ രീതിയല്ലെന്ന് RJD നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മണിപ്പൂർ സമാധാന വഴിയിലേക്ക് ദേശീയപാത 2 തുറക്കാൻ സർക്കാരും കുക്കി സംഘടനകളും തമ്മിൽ ധാരണയായി. നിലവിലെ ഉപരോധങ്ങൾ അവസാനിപ്പിക്കും. ക്യാമ്പുകൾ മാറ്റിസ്ഥാപിക്കും. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെയാണ് തീരുമാനം. 1 വർഷത്തേക്കാണ് കരാർ. കുക്കി മീതെ സംഘർഷം രൂക്ഷമായതോടെയാണ് ഇംഫാലിൽ നിന്ന് നാഗാലാൻഡിലേക്ക് പോകാനുള്ള ദേശീയപാത അടച്ചത്. ഇത് തുറന്നുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയവും കുക്കി സംഘടനകളുമായി കരാർ ഒപ്പിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഏതാനും ദിവസമായി നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. മേഖലയിലെ 24 സംഘടനകളെ ഉൾക്കൊള്ളുന്ന കുക്കി നാഷണൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രണ്ട് എന്നീ സംഘടനകളാണ് ആഭ്യന്തര മന്ത്രാലയവുമായി സമാധാനം സംബന്ധിച്ച് ധാരണയിലെത്തിയത്. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നാഗാലാൻഡ് മേഖലയിലേക്കുള്ള ദേശീയപാത 2 തുറന്നു നൽകും. ഇതോടെ ഇംഫാൽ, ചുരാചന്ദ്പൂർ പ്രദേശത്തു കൂടിയുള്ള യാത്ര സുഗമമാവുകയും ക്യാമ്പുകളിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാനും കഴിയും. കരാറിന്റെ അടിസ്ഥാനത്തിൽ 7 ക്യാമ്പുകൾ മാറ്റി സ്ഥാപിക്കും. കൂടുതൽ ക്യാമ്പുകൾ തുറക്കുന്നത് അവസാനിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. ആയുധങ്ങൾ CRPFന്റെ ക്യാമ്പുകളിലേക്ക് മാറ്റും. മേഖലയിൽ BSF പരിശോധനയ്ക്ക് കൂടി അനുമതിയുണ്ട്. സംഘർഷം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏറെ നാളായുള്ള ശ്രമങ്ങൾക്കാണ് നീക്കത്തിലൂടെ ഫലം കാണുന്നത്. 2008-ലാണ് ദേശീയപാത 2 സംബന്ധിച്ച കരാർ നിലവിൽ വന്നത്. ഓരോ വർഷവും പുതുക്കിയിരുന്ന കരാർ 2023-ലെ സംഘർഷത്തെ തുടർന്നാണ് പൂർണ്ണമായും നിലച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് ഒരു തരത്തിലുള്ള സംഘർഷവും ഉണ്ടാകരുത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുക്കി സംഘടനകളുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 2023-ലെ സംഘർഷത്തിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സേനകളുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും. സംഘർഷത്തിന് ശേഷം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് സംസ്ഥാനമുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ കൂടിക്കാഴ്ച ഉപകരിക്കുമെന്ന് സിംഗപ്പൂർ പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശനം ഗുണകരമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും പ്രധാനമന്ത്രിക്കൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സിംഗപ്പൂർ പ്രധാനമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു.